ഒരു വയനാട് യാത്ര തുടങ്ങിയിട്ട് കുറേ ദിവസമായല്ലേ, ഇതുവരെ നമ്മളവിടെ എത്തിയിട്ടില്ല. എത്താൻ കുറച്ച് സമയം എടുത്തല്ലേ, കുറേ പേഴ്സണൽ ഇഷ്യൂസ് ഉള്ള കാരണം വീഡിയോസൊന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യമേ ക്ഷമ ചോദിച്ചുകൊണ്ട് അങ്ങനെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മുമ്പ് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ്, പല വട്ടം വയനാട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിലും ഈ തവണയാണ് നമ്മൾ അത്ര ഭംഗിയായിട്ട് വയനാടിനെ കണ്ടിട്ടുള്ളത്. മഴയായതുകൊണ്ട് ഭയങ്കര പേടിയായിരുന്നു, എങ്ങനെയായിരിക്കും വഴിയിൽ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടായിരിക്കുമോ, ഇങ്ങനെ അവിടെ എത്താൻ പറ്റുമോ എന്നൊക്കെയുള്ള ഒരുപാട് ചിന്തകളൊക്കെ ആയിട്ടാണ് വണ്ടിയിൽ കയറിയത് തന്നെ. പക്ഷേ അതൊക്കെ കാറ്റ് പറത്തിയിട്ട് ഭയങ്കര ഒരു രസമുള്ള യാത്രയായിരുന്നു. നല്ല കാലാവസ്ഥ, അടിപൊളി എന്ന് പറഞ്ഞാൽ പോണ വഴികളൊക്കെ ഇത്ര സുന്ദരമായിരുന്നു എന്നുള്ളത് കാര്യം നമ്മൾ ഇതിന് മുന്നേ കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. നിങ്ങൾക്കിപ്പോൾ ഓരോ വിഷ്വൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പല സ്ഥലത്തും കോടയും നല്ല മഴയും കാറ്റും, എന്താ പറയേണ്ടതെന്നറിയില്ല, അത്രയ്ക്ക് ഭംഗിയായിരുന്നു എല്ലാ സ്ഥലങ്ങളും. ഇപ്പോൾ നമ്മൾ വയനാട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഇത്ര അധികം വെള്ളച്ചാട്ടങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ ഞാൻ ഇപ്പോഴാണ് കേട്ടോ മനസ്സിലാക്കുന്നത്. ഓരോ കുഞ്ഞ് അത്ര അധികം വെള്ളച്ചാട്ടങ്ങളുണ്ട്. അത്രയധികം വെള്ളച്ചാട്ടങ്ങൾ കാണുന്നത് നമ്മൾ ഈ യാത്രയിലാണ്. ഇതിന് മുന്നേ പോയിട്ടുണ്ടെങ്കിലും എല്ലാം വറ്റി വരണ്ട് കിടക്കുന്ന ഒരു കാലാവസ്ഥയിലായിരുന്നു പോയിരുന്നത്. പക്ഷെ ഈ പ്രാവശ്യം കുഞ്ഞു വെള്ളച്ചാട്ടങ്ങളും വലിയ വെള്ളച്ചാട്ടങ്ങളും അതിമനോഹരമായിരുന്നു. ഞാൻ വീണ്ടും പറയാണ്, നിങ്ങൾ വയനാട്ടിലേക്ക് പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ മഴയുള്ള സമയത്ത് തന്നെ പോവുക. റിസ്ക്കാണ് എങ്കിൽ പോലും അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണത്. പൊതുവേ ഞാൻ യാത്ര പോകുമ്പോൾ ഇങ്ങനെ കാഴ്ചകൾ കാണുക എന്നുള്ളതിലും കൂടുതൽ എനിക്ക് നമ്മൾ കൂടെയുള്ള ആൾക്കാരായിട്ട് സംസാരിക്കുക, അവിടെ ഡാൻസ് കളിക്കുക, പാട്ട് പാടുക, അവരെ വൈബാക്കുക എന്നുള്ളത് മാത്രമാണ്. പക്ഷേ ഈ യാത്രയിലാണ് ഇത്ര അധികം നമ്മൾ പുറത്തേക്ക് നോക്കിയിരിക്കുന്നത്. മറ്റേത് എപ്പോഴും നമ്മൾ കൂടെയുള്ള ആൾക്കാരായിട്ട് അത്ര എൻജോയ് ചെയ്ത് അങ്ങനെ പോകുന്നതാണ്. പല സ്ഥലത്തും നിർത്തണമെന്നും അവിടെയൊക്കെ ഇറങ്ങി നല്ലോണം കാണണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനൊന്നും നമുക്ക് പറ്റിയില്ല, നല്ല മഴയായതുകൊണ്ട്. പക്ഷേ ഇങ്ങനെ നമ്മൾ യാത്രയിൽ ഇങ്ങനെ വണ്ടി ഭയങ്കര സ്ലോ ആക്കിയിട്ട് ഇങ്ങനെ എല്ലാ കാഴ്ചകളും കണ്ട് നമ്മളെ യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമല്ലേ കാണാൻ? ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും ഒരു എതിരഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇനി ഞാൻ കാണിക്കാൻ പോണ സ്ഥലം നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ അവിടെയൊക്കെ ഇറങ്ങി ഫോട്ടോ എടുത്തിട്ടുണ്ടാവും. പക്ഷെ ഞാനിതിന് മുന്നേയും പല ഫോട്ടോസും എടുത്തിട്ടുണ്ട്, അവിടെ നിർത്തിയിട്ടുണ്ട്, അവിടെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത്ര ഒരു ഭംഗി ആ സ്ഥലത്തിന് അപ്പോഴൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. കുറേ കുരങ്ങന്മാരും നമ്മളെ കുറേ കുട്ടിപ്പട്ടാളങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. നിങ്ങൾ തന്നെ പറ, എത്ര ഭംഗിയായിട്ടിരിക്കുന്നു, എത്ര രസമാണ് കാണാൻ. ഇത് വീഡിയോയിൽ എത്രമാത്രം കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ള കാര്യമല്ല, അത് നേരിട്ട് കാണുമ്പോൾ അടിപൊളിയായിരുന്നു. ഭയങ്കര അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ കുരങ്ങന്മാരൊക്കെ കണ്ട് അവരോടൊക്കെ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ട് തിരിച്ചു പോകാനുള്ള പരിപാടിയിലാണ് കേട്ടോ. ഇപ്പോഴും നമ്മൾ പകുതി വഴിയിലല്ലേ എത്തിയിട്ടുള്ളൂ, നമുക്ക് ഇനിയും ഒരുപാട് ദൂരം പോവേണ്ടതുണ്ടല്ലോ. അപ്പം ഞങ്ങൾ റിസോർട്ടിലെത്തുന്നതിന് മുന്നേ ആയിട്ട് ഒരു അഡ്വഞ്ചർ പാർക്കിലേക്ക് കയറാമെന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷെ മഴ ആയതുകൊണ്ട് എന്തോ ആവുമെന്നറിയില്ല, എന്തായാലും ഒന്ന് കയറി നോക്കാം നമുക്ക്. അങ്ങനെ നമ്മൾ ആദ്യം പാർക്കിലേക്ക് കയറാനുള്ള പരിപാടിയിലാണ് കേട്ടോ.
കുറേ റൈഡ്സ് ഒന്നും ഇല്ല എന്നൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ ഏതായാലും വന്നതല്ലേ, പിള്ളേർക്കൊക്കെ ഒരു സന്തോഷമാവുമല്ലോ വിചാരിച്ചിട്ടാണ്. അങ്ങനെ നമ്മൾ പാർക്കിനകത്തേക്ക് കടന്നു. ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് കേട്ടോ. ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറാണിത്. നമ്മൾ കുറേ പേർക്കുള്ളതുകൊണ്ട് അധികം തിരക്കൊന്നുമില്ല, ആരും ഇല്ല. നമ്മളെപ്പോലത്തെ പ്രാന്തന്മാർ വളരെ കുറവാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ക്യൂ നിൽക്കുന്നു. എല്ലാവരും ടിക്കറ്റൊക്കെ എടുക്കുന്ന തിരക്കലാണ്. അതിനിടയ്ക്ക് ഞങ്ങളൊരു കുഞ്ഞു ഡാൻസൊക്കെ കൊണ്ടുവന്നു. അങ്ങനെ ആ ഡാൻസൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ടിക്കറ്റും കിട്ടി. ഞങ്ങൾ പാർക്കിനകത്തേക്ക് കയറാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, പറയാണ്ടിരിക്കാൻ പറ്റില്ല. നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ. അങ്ങനെ ഞങ്ങൾ ആദ്യം കയറുന്നത് ഒരു ഗുഹ പോലുള്ള ഒരു സ്ഥലത്ത്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ, നല്ല അടിപൊളിയായിട്ട്. പേടിയൊന്നുമില്ല, പേടിക്കാനൊന്നുമുള്ളതല്ല, നല്ല രസത്തിങ്ങനെ കാണാം. എല്ലാവരും പിള്ളേരൊക്കെ നേരത്തെ പോയിട്ടാ, ആരും കാണാനേ ഇല്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ മാത്രമേ ഉള്ളൂ അങ്ങനെ. എല്ലാവരും ഈ വഴി കൂടെ പോകുമ്പോൾ ഞാൻ ആ വഴിയിലൂടെ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. ഞാൻ അവിടെ പോയപ്പോൾ ഒരു പാർക്കാണ്, ചെറിയ കുട്ടികളുടെ ഒരു പാർക്ക്. പക്ഷേ മഴ ആയതുകൊണ്ട് ഇപ്പോൾ ക്ലോസ് ആണ്, ഓപ്പൺ ചെയ്യൂല പറഞ്ഞവർ. അപ്പം അത് കണ്ടപ്പോൾ ഞാൻ പിന്നെ നേരത്തെ പോയവരുടെ പിന്നാലെ തന്നെ പോയി. ഈ റൈഡും വർക്ക് ചെയ്യൂല വന്ന്. ഈ റൈഡും വർക്ക് ചെയ്യിക്കുമെന്നൊക്കെ ചോദിച്ച് കുറേ നേരം ഞങ്ങൾ അവിടെ തമ്പിട്ടൊക്കെ നിന്നു, പക്ഷേ നടന്നില്ല. അങ്ങനെ വീണ്ടും വീണ്ടും നിരാശരായി ഞങ്ങൾ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്ര വലിയ ബിൽഡിംഗ് ഒന്നും കാണാനേ പറ്റുന്നില്ല, അത്രയ്ക്ക് കോട മൂടിയിരിക്കുകയാണ്. അടിപൊളി കാലാവസ്ഥയായിരുന്നു, നല്ല രസം. ഇതൊന്നും വർക്ക് ചെയ്യുന്നില്ല കേട്ടോ. എല്ലാവരും അതുകൊണ്ട് വളരെ നിരാശരായി നടക്കുകയാണ് എല്ലാവരും. നമ്മൾ കയറുമ്പോൾ ഇത്രയും ഒരു കോടയോ അല്ലെങ്കിൽ ഇത്ര മഴയോ ഉണ്ടായിരുന്നില്ല കേട്ടോ. പെട്ടെന്നാണ് ഭയങ്കര മഴയോ പിന്നെ അത്രയും കോടയെന്ന് പറയുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ സംസാരിച്ച് പിന്നെ ഒരു റൈഡ് റെഡിയായി, ബുൾ റൈഡ്. അങ്ങനെ അതിൽ 2-3 പേരൊക്കെ കയറി. പിള്ളേർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. കയറിയ എല്ലാവരെയും ആ ബുള്ള് തലയും കുത്തി താഴെ ഇട്ടു. അത്ര നമ്മൾ എത്രത്തോളം ശക്തിയിൽ പിടിക്കുന്നുണ്ടോ അപ്പോൾ അത്രത്തോളം ശക്തിയിൽ അത് നമ്മളെ വീഴ്ത്താനും നോക്കുന്നുണ്ട്. അങ്ങനെ കയറിയ പിള്ളേരൊക്കെ എല്ലാവർക്കും നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു കേട്ടോ, അടിപൊളിയായി. അങ്ങനെ അതും കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് ഇനി എന്ത് എന്നുള്ള ക്വസ്റ്റ്യനായിട്ട് നടക്കുകയാണ്. ഇനി വല്ല റൈഡും കിട്ടുമോ, എല്ലാത്തിലും ഇവർ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ആലോചിച്ച് നടക്കുകയാണ്. അങ്ങനെ പിന്നെ അവർ പറഞ്ഞു നമുക്ക് മിറർ മെയ്സിലല്ല നമ്മൾ കയറിയത് കേട്ടോ, പിന്നെ ഇതിലേക്കാണ് കയറിയത്, ഈ ആർച്ചറിയിൽ നിങ്ങൾ ഈ കാണുന്ന സാധനം ഉണ്ടല്ലോ, സത്യത്തിൽ നമ്മൾ വിചാരിക്കുന്നത് അത്ര വെയിറ്റ് ഒന്നുമില്ല, പക്ഷെ നമ്മൾ പിടിച്ചു നോക്കുന്നതല്ലേ അറിയണം, നല്ല അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. അങ്ങനെ പ്രത്യേകിച്ചിൻ്റെ വീടും വന്നു. പ്രത്യേകിച്ച് ചക്ക ഇട്ട അത് തന്നെ മുയൽ ചത്ത പോലെ, ചക്ക ഇട്ടപ്പോൾ മുയൽ ചത്ത പോലെ. പിന്നെ അവന് പറ്റിയില്ല, പക്ഷെ അത് അടിപൊളിയായിരുന്നു. പിന്നെ ആർക്കും പറ്റിയില്ല കേട്ടോ. കുറേ പേരൊക്കെ ട്രൈ ചെയ്ത് നോക്കി, പക്ഷെ ആർക്കും പിന്നെ നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഫോക്കസ് ഇല്ലാത്തതുകൊണ്ട് വേറെ ഒന്നുമല്ല. ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ എന്ത് എന്ന് പറഞ്ഞിട്ട് പോയതാ, അത് പൊക്കാൻ പോലും നമ്മളെ കൊണ്ട് പറ്റൂല. അങ്ങനെ മോണ്ടെ എന്നെ സഹായിച്ച്, പക്ഷെ നമ്മളൊക്കെ നല്ലതിൽ പൊട്ടി, അത്ര പറയാനുള്ളൂ. പക്ഷെ നമ്മളൊക്കെ ഓരോരോ ആഗ്രഹങ്ങളല്ലേ,
അത്ര തന്നെ. അത് കഴിഞ്ഞ് വാച്ചി ഒന്ന് ട്രൈ ചെയ്തു കേട്ടോ. പക്ഷെ അവന് എന്നെക്കാളും നന്നായിട്ട് ചെയ്ത്. അതും കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത റൈഡിൽ കയറാൻ വേണ്ടി നിൽക്കുക കേട്ടോ. അത് അടിപൊളിയായിരുന്നു കേട്ടോ. എത്ര തന്നെ പോയിട്ടും നമ്മൾ പുറത്തേക്ക് എത്താൻ പറ്റുന്നില്ലായിരുന്നല്ലോ. എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ എങ്ങനെ എത്തിയിട്ടും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക എന്നല്ലാണ്ട് പുറത്തേക്ക് എത്തണില്ല. ലാസ്റ്റിലെ ട്വിസ്റ്റ് എന്താന്ന് വെച്ചാൽ അവരത് അടച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഡോറ് തുറന്നാലേ നമുക്ക് അറിയുള്ളൂ എന്നല്ല, അവർ ഡോറ് തുറന്നാലേ നമുക്ക് പുറത്തേക്ക് എത്താൻ പറ്റുള്ളൂ. അവരവിടെ ലോക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പം നമ്മളെന്താ വിചാരിക്കണേ, ആക്ച്വലി നമുക്ക് വഴി തെറ്റിയിട്ടുണ്ട്, ശരിയായ വഴി അവിടെ ഉണ്ടാവും ഇവിടെ ഉണ്ടാവും. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എല്ലാവരും ഡോറിൻ്റെ ലാസ്റ്റ് എത്തുന്നുണ്ട്, പിന്നെയും തിരിച്ചു പറഞ്ഞ് നമ്മൾ പുറത്തേക്ക് എത്തിയില്ലല്ലോ വിചാരിച്ചിട്ട്. അങ്ങനെ ഒരു 10-15 മിനിറ്റ് അവർ കറക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് പിന്നെ ലാസ്റ്റ് പുറത്തെത്തുന്നത്. പക്ഷെ നല്ലതായിരുന്നു. പിള്ളേരൊക്കെ എല്ലാവരും ഇങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് എത്താനുള്ള വഴി കണ്ടുപിടിക്കും എന്ന് പറഞ്ഞാൽ അങ്ങനെ ഓടി കളിക്കുമായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് ട്വിസ്റ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് എത്തിയിട്ടോ. നല്ല എല്ലാവരും ഭയങ്കര രസമായിട്ട് എൻജോയ് ചെയ്ത് കേട്ടോ. ഈ ഒരു റൈഡ് നല്ല ഇഷ്ടമായി, പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടമായി. എല്ലാവരും ഇങ്ങോട്ടോടുന്ന് നടക്കുന്നു. അവിടെ എത്തിയില്ല, അവിടെ കിട്ടിയില്ല, വീണ്ടും ഇങ്ങോട്ട് വന്ന് അപ്പുറത്തേക്ക് പോകണം. നല്ല രസം. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മളെ മഴയൊക്കെ കുറച്ച് കുറഞ്ഞു, കോടയൊക്കെ കുറച്ച് പോയിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും പിന്നെ ഇനി വേറൊരു റൈഡും അവിടെ ഓപ്പൺ അല്ലായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് സന്തോഷത്തോടെ കുറേ ദുഃഖത്തോടു കൂടെ നമ്മുടെ പാർക്കിൽ നിന്ന് ഇറങ്ങിയാണ്. പക്ഷേ നമ്മൾ വന്നുകൊണ്ട് ഇത്രയെങ്കിലും ചെയ്യാൻ പറ്റിയത് തന്നെ ആ ഒരു മഴയത്ത് ഇതെങ്കിലും ചെയ്യാൻ പറ്റിയല്ലോ എന്ന് വിചാരിക്കുകയാണ്. പക്ഷെ നല്ല ഭംഗിയായിരുന്നു, നല്ല അന്തരീക്ഷമായിരുന്നു, നല്ലൊരു അടിപൊളി വൈബായിരുന്നു, സെറ്റായിരുന്നു. അങ്ങനെ നമ്മളെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാണ് ഗൈസ്. പുറത്തേക്ക് ഇറങ്ങി നമ്മൾ വീണ്ടും നമ്മളെ യാത്ര തുടരാനുള്ള പരിപാടിയിലാണ്. നേരത്തെ കാണിച്ചിരുന്നില്ലേ ആ ബിൽഡിങ്ങിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒട്ടും കാണാൻ പറ്റാത്ത രീതിയിലായിട്ടുണ്ട്. വീണ്ടും ഭയങ്കര കോട വന്നതിന്
സെറ്റായിട്ടുണ്ട്. അപ്പം ഞങ്ങളങ്ങനെ വണ്ടിയിലൊക്കെ കയറി. അപ്പം ഞങ്ങൾ റിസോർട്ടിലേക്കുള്ള യാത്ര തുടരുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.